ലോസ് ഏഞ്ചൽസിൽ ഒരു ഹോളിവുഡ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. നിർമ്മാണം ഡ്രീം വർക്സ് പ്രൊഡക്ഷൻ. സംവിധായകൻ ഒരു തുടക്കക്കാരൻ. അയാളിങ്ങനെ സ്തബ്ധനായിരിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും കണ്ട സ്വപ്നമാണ് മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആദ്യ സിനിമ. എപ്പോഴോ അയാൾ ഉച്ചത്തിൽ ആക്ഷൻ വിളിച്ചു. ചുറ്റും നിന്ന അണിയറ പ്രവർത്തകർ ആ 33-കാരനെ തുറച്ചു നോക്കി. അയാൾ എന്തു പറ്റി എന്ന് തിരക്കി. ആരും ഒന്നും മിണ്ടിയില്ല. കട്ട് പറയേണ്ടിടത്ത് ആക്ഷൻ പറയുന്ന സംവിധായകനോട് എന്തു പറയാൻ? രാത്രിയിൽ അന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ യുവ സംവിധായകന് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് എല്ലാം പിഴച്ചിരിക്കുന്നു. അഭിനേതാക്കളുടെ പ്രകടനം, അവരുടെ കോസ്റ്റ്യൂം, ലൊക്കേഷനുകൾ, വിഷ്വൽ സ്റ്റൈൽ എല്ലാം മോശം. പിറ്റേന്ന് തന്നെ അയാൾ നിർമ്മാതാക്കളുടെ ഓഫീസിലെത്തി. തന്റെ തെറ്റുകൾ അക്കമിട്ട് നിരത്തി. റീഷൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ചു. അവർ അനുമതി നൽകില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ആ നിമിഷം അയാളുടെ ജീവിതം മാറി. അയാൾ ആത്മവിശ്വാസത്തോടെ ആ സിനിമ പൂർത്തിയാക്കി. ചിത്രം $356 മില്യൺ കളക്ഷൻ നേടി. 8 ഓസ്കാർ നാമനിർദ്ദേശങ്ങൾ നേടുകയും മികച്ച സംവിധായകൻ ഉൾപ്പെടെ 5 വിഭാഗങ്ങളിൽ പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. ഈ സിനിമ നിങ്ങളിൽ ഭൂരിപക്ഷവും കണ്ടിരിക്കും. സാം മെൻഡസിന്റെ അരങ്ങേറ്റ ചിത്രം അമേരിക്കൻ ബ്യൂട്ടി. സാം മെൻഡസിന്റെ അമ്മ വലേരി ഒരു എഴുത്തുകാരിയാണ്. അച്ഛൻ പീറ്റർ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറും. സാമിന് 3 വയസ്സുള്ളപ്പോൾ വലേരിയുടെ മാനസിക നില തകരാറിലായി. അവരെ ലണ്ടനിലെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അച്ഛനൊപ്പം ഇടയ്ക്ക് അമ്മയെ കാണാൻ സാം ആശുപത്രിയിലെത്തും. മൂവരും കൂടി ആശുപത്രിയുടെ റൂഫ് ടോപ്പിലേക്ക് കയറും. താഴെ വിശാലമായ ലണ്ടൻ നഗരം. ഈ ഉയരത്തിൽ നഗരക്കാഴ്ചകൾ കണ്ടു നിൽക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കൈകൾ ചേർത്ത് പിടിക്കാൻ സാം ശ്രമിക്കും. പക്ഷേ അവർ ഒരിക്കലും ചേർന്നില്ല. 70കളുടെ തുടക്കത്തിൽ അവർ വിവാഹമോചിതരായി. അമ്മയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ സാമിനെയും ബാധിച്ചിരുന്നു. സാം ഭാവനാ ലോകത്ത് അഭയം കണ്ടെത്തി. ടെലിവിഷൻ ആയിരുന്നു അവന്റെ സുഹൃത്ത്. പഠിത്തത്തിൽ പിന്നിലായിരുന്ന സാം സിനിമകളും സീരിയലുകളും വേർതിരിവില്ലാതെ കണ്ടു. 15-ാം വയസ്സിൽ ആദ്യ കാമുകിയുമൊത്ത് അവൻ ന്യൂയോർക്കിലേക്ക് വണ്ടി കയറിയത് അവളുടെ കൈ പിടിച്ച് സെൻട്രൽ പാർക്കിലൂടെ നടക്കാനായിരുന്നില്ല, മാർട്ടിൻ സ്കോർസസിയുടെ ടാക്സി ഡ്രൈവർ കാണാനായിരുന്നു. ക്രിക്കറ്റ് ആയിരുന്നു സാമിന്റെ മറ്റൊരു ഇഷ്ടം. 2 വർഷത്തോളം സ്കൂൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. സാം നേതൃപാഠവും നേടിയെടുക്കുന്നത് ക്രിക്കറ്റ് മൈതാനത്ത് നിന്നാണ്. ആരെയും വെറുപ്പിക്കാതെ നിർദ്ദേശങ്ങൾ നൽകാനും ഒരു ടീമിനെ കൂടെ നിർത്താനും ആ മൈതാനം അവനെ പഠിപ്പിച്ചു. അത് പിന്നീട് അവൻ എങ്ങനെ ഉപകരിച്ചു എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. സിനിമകൾ കാണുമായിരുന്നെങ്കിലും സാം സിനിമാ പഠനത്തിലേക്ക് തിരിയുന്നത് അക്കാദമിക് വിഷയങ്ങളിലുള്ള മടുപ്പ് കാരണമാണ്. അക്കാലത്ത് UK-യിൽ ചലച്ചിത്ര പഠന കോഴ്സുള്ള ഏക സ്ഥലം വാർവിക് സർവകലാശാലയാണ്. സാം കോഴ്സിന് അപേക്ഷിച്ചു. പക്ഷേ പ്രവേശനം ലഭിച്ചില്ല. അവൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പീറ്റർ ഹൗസ് കോളേജിൽ ചേർന്നു. ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു കോഴ്സ്. അവിടെ വെച്ചാണ് നാടകം ആ ചെറുപ്പക്കാരനെ പിടികൂടുന്നത്. കോളേജ് കാലഘട്ടത്തിൽ സാം നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു. ബിരുദ പഠനത്തിന് ശേഷവും അത് തുടർന്നു. 1992 മുതൽ 2002 വരെ പ്രശസ്ത തിയേറ്റർ കമ്പനിയായ ഡോൺമർ വെയർഹൌസിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു സാം. അയാൾ ആ നാടക കേന്ദ്രത്തെ പ്രശസ്തമാക്കി. 1999 സാം മെൻഡസിന്റെ സിനിമാ പ്രവേശം. സാധാരണ ബ്രിട്ടീഷ് സംവിധായകർ ഹോളിവുഡിലേക്ക് പ്രവേശിക്കാൻ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു ക്ലാസിക്കോ നാടകമോ സിനിമയാക്കാൻ സാം ആഗ്രഹിച്ചില്ല. കേംബ്രിഡ്ജിൽ കണ്ട ആർട്ട് ഹൗസ് സിനിമകളായിരുന്നു അയാളുടെ മനസ്സിൽ. അയാളുടെ കയ്യിൽ പലരെഴുതിയ തിരക്കഥകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു അലൻ ബോൾ എഴുതിയ അമേരിക്കൻ ബ്യൂട്ടി. അത് വായിച്ച ഉടൻ സാം മെൻഡസ് ഉറപ്പിച്ചു, ഇതാണ് എൻ്റെ ആദ്യ സിനിമ. 9 ഫീച്ചർ ഫിലിമുകളാണ് ഇക്കാലയളവിൽ സാം മെൻഡസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യ ചിത്രം അമേരിക്കൻ ബ്യൂട്ടിക്ക് പിന്നാലെ റോഡ് ടു പെർഡിഷൻ, പിന്നെ ജാർഹെഡ്, റവല്യൂഷണറി റോഡ്, എവേ വി ഗോ, സ്കൈഫോൾ, സ്പെക്ടർ, 1917, എംപയർ ഓഫ് ലൈറ്റ്. അണിയറയിൽ ഒരുങ്ങുന്നത് 4-പാർട്ട് ബീറ്റിൽസ് ബയോപിക്. ഒരുതരം കാമിലിയോൺ ഫിലിമോഗ്രഫിയാണിത്. വിഷ്വൽ സ്റ്റൈൽ സിനിമയ്ക്കനുസരിച്ച് മാറുന്ന രീതി, എന്നാൽ കഥ പറച്ചിൽ രീതി മാറില്ല. ബാല്യകാലത്തെ ട്രോമയും സങ്കീർണമായ വീടകങ്ങളും ഈ സിനിമകളിൽ കാണാം. ജെയിംസ് ബോണ്ട് പോലും സാം മെൻഡസിന്റെ ക്യാമറയിൽ ദുർബലനാണ്. ഉള്ളിൽ ബാല്യത്തിന്റെ നീറ്റൽ പേറുന്നവനാണ്. ഈ 9 ഫീച്ചറുകളിൽ നിന്ന് 3 ചിത്രങ്ങൾ എടുത്ത് നമുക്ക് സാം മെൻഡസിന്റെ ഫിലിം മേക്കിംഗ് ശൈലി പരിശോധിക്കാം. ആദ്യ ചിത്രം അമേരിക്കൻ ബ്യൂട്ടി, ബോൺ ഫിലിം സ്കൈഫോൾ, പിന്നെ 1917. അമേരിക്കൻ സബർബനിൽ നിറഞ്ഞു നിന്ന വിരസതയെ ഇരുണ്ട ഹാസ്യത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ച ചിത്രമാണ് അമേരിക്കൻ ബ്യൂട്ടി. ലെസ്റ്റർ ബേൺഹാം എന്ന നായകനെയാണ് ഈ സിനിമ പിന്തുടരുന്നത്. സ്വന്തം മകൾ സ്നേഹിക്കാത്ത, ഭാര്യ അവഗണിക്കുന്ന, ജോലിസ്ഥലത്ത് ഒന്നിനും കൊള്ളാത്തവനായി കണക്കാക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. തീർത്തും അപ്രസക്തൻ. 1 വർഷത്തിനുള്ളിൽ ഞാൻ മരിക്കുമെന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ അയാൾ നമ്മോട് പറയുന്നു. ആ വാക്കുകളിലൂടെയാണ് നമ്മൾ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. ലെസ്റ്ററിന് മകളുടെ കൂട്ടുകാരിയോട് പ്രണയം തോന്നുന്നു. മാംസനിബദ്ധമായ രാഗം. എന്നാൽ അതൊരു ലോലിത ബന്ധമല്ല. ലെസ്റ്റർ മാറുന്നു.
ബഹുമാനവും ശ്രദ്ധയും ആഗ്രഹിച്ചു തുടങ്ങുന്നു. 90കളുടെ അവസാനത്തിൽ പുറത്തിറങ്ങിയ ഫൈറ്റ് ക്ലബ്, ഓഫീസ് സ്പേസ് തുടങ്ങിയ സിനിമകളെ പോലെ ഈ ചിത്രവും ആധുനിക കാലഘട്ടത്തിൽ അമേരിക്കൻ പുരുഷൻ നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധിയെയാണ് പിന്തുടരുന്നത്. ഒരു നാടകം പോലെയാണ് ഈ സിനിമയുടെ ദൃശ്യഭാഷ സാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഥാപാത്രങ്ങൾ സ്റ്റേജിലാണ്, നമ്മൾ സംവിധായകനൊപ്പം സദസ്സിലിരുന്ന് അവരുടെ പ്രകടനം കാണുക മാത്രമാണ്. ഈ സിനിമയിൽ ചുവന്ന റോസ ഒരു പ്രധാന മോട്ടീഫാണ്. അത് നായകൻ തേടുന്ന യഥാർത്ഥ സൗന്ദര്യത്തിന്റെയും അയാളുടെ പങ്കാളിയുടെ വ്യാജ പെർഫെക്ഷനിസത്തിന്റെയും ചിഹ്നമാകുന്നു. റോസയുടെ ചുവപ്പ് മറ്റ് പലയിടങ്ങളിലും സിനിമയിൽ കാണാം. തീവ്രമായ അഭിലാഷങ്ങളുടെയും വരാനിരിക്കുന്ന മരണത്തിന്റെയും സൂചനയായി അത് പലപ്പോഴും ഫ്രെയിമുകളിലേക്ക് കടന്നു വരുന്നു. ഈ സിനിമ മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിന് അടുത്തേക്ക് ചെല്ലണം, എന്നിട്ട് ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ കാണുക പുതിയ ഒരു പ്രമേയമാകും. അതാണ് അമേരിക്കൻ ബ്യൂട്ടിയുടെ സൗന്ദര്യം. 007 സാം മെൻഡസ് പുതുക്കി നിർമ്മിച്ചു. ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാന് പുതുജീവൻ കൊടുത്ത പോലെ. അതുവരെ നമ്മൾ കണ്ട ബോണ്ട് ആയിരുന്നില്ല സ്കൈഫാളിൽ ഉണ്ടായിരുന്നത്. അയാൾക്ക് ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങളുണ്ട്. അയാൾ മിഷൻ വിജയിക്കുമോ എന്ന് കാണികൾ പോലും ചിലപ്പോൾ സംശയിച്ചേക്കും. സ്ഥിരം ബോണ്ട് ടെംപ്ലേറ്റിന് പുറത്താണ് ഈ ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. സ്കൈഫാളിലെ ബോണ്ട് ഗേൾ എം ആണ്. MI6 മേധാവി എം തന്നെ. അവർ ബോണ്ടിനും വില്ലനായ സിൽവയ്ക്കും മാതൃബിംബമാണ്. മക്കളെ പാലൂട്ടുകയും കൊന്നു തിന്നുകയും ചെയ്യുന്ന അമ്മ. ബോണ്ട് അവർക്ക് വിശ്വസ്തനായ മകനാണ്. മറുവശത്ത് വില്ലൻ അവരുടെ മരണമാണ് ആഗ്രഹിക്കുന്നത്. ഈ ക്ലാഷാണ് സ്കൈഫാൾ. പൂർണ്ണമായി ഡിജിറ്റലി ചിത്രീകരിച്ച ആദ്യ ബോണ്ട് ചിത്രമാണിത്. റോജർ ഡീക്കൻസിന്റെ ഫ്രെയിമുകൾ ഈ ബോണ്ട് ചിത്രത്തെ മനോഹരമായ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നുണ്ട്. ഷാഡോസും സില്ലൗട്ടുകളും സിനിമയ്ക്ക് ക്ലാസിക് ലുക്ക് കൊടുക്കുക മാത്രമല്ല, ഒരു നിഗൂഢ സ്വഭാവം കൂടി നൽകുന്നു. ക്ലൈമാക്സിലെ ബേണിംഗ് ഹൗസ് സീൻ ഡീക്കൻസിന്റെ ക്രാഫ്റ്റിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ സീൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലൈറ്റിംഗ് പരീക്ഷണങ്ങളിൽ ഒന്നാണ്. ആദ്യം ലൊക്കേഷനിൽ വെച്ച് വീടിന്റെ സെറ്റ് നിയന്ത്രിതമായി കത്തിച്ച് ചില ദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് ഇതേ രംഗം സ്റ്റുഡിയോയ്ക്കുള്ളിൽ റീക്രിയേറ്റ് ചെയ്തു. വലിയൊരു ലൈറ്റ് ബാങ്ക് നിർമ്മിച്ചാണ് കത്തുന്ന വീടിന്റെ വെളിച്ചം കൃത്രിമമായി ഡീക്കൻസ് ഉണ്ടാക്കിയത്. ഇത് രണ്ടും സമർത്ഥമായി കൂട്ടിയിണക്കി. അങ്ങനെയാണ് ഈ ഐക്കോണിക് രംഗം അവർ സൃഷ്ടിച്ചത്. ബോണ്ട് സീരീസുകളുടെ 50ാം വാർഷികത്തിൽ എത്തിയ സ്കൈഫോൾ ആണ് ബോണ്ടിന് 50 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തത്. ഈ സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പ്ലേ ബോയ് സ്പൈയുടെ വിധി മറ്റൊന്നാകുമായിരുന്നു. 1917 ഈ സിനിമ ഒരു വൺ ഷോട്ട് മാജിക് ആണ്. റോജർ ഡീക്കൻസ് എന്ന മാന്ത്രികനും സാം മെൻഡസ് എന്ന വിഷ്വൽ കൊറിയോഗ്രാഫറും ചേർന്നപ്പോൾ സംഭവിച്ച അത്ഭുതം. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരൊറ്റ ഷോട്ടിൽ എടുത്തതുപോലെയാണ് ഈ സിനിമയുടെ നിർമ്മിതി. കട്ടുകൾ കാണിയുടെ കണ്ണിൽ പെടില്ല. അതെങ്ങനെ സാധിച്ചു? ഇതിനായി സാമും റോജറും 9 മിനിറ്റോളം നീളുന്ന ലോങ് ഷോട്ടുകൾ ചിത്രീകരിച്ചു. കഥാപാത്രങ്ങളുടെ പാസിങ്ങിലോ ക്യാമറ ഏതെങ്കിലും ഇരുണ്ട ഇടങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ കട്ടുകൾ വരിക. ആരും കാണാത്ത വിധം ലീ സ്മിത്ത് ആ കട്ടുകൾ തുന്നി ചേർക്കുകയായിരുന്നു. ഫലമോ ഒരൊറ്റ ഷോട്ടെന്ന ഇല്യൂഷൻ. ലളിതമാണ് ഈ സിനിമയുടെ കഥ, പരിചരണമാണ് അതിന് തീവ്രത നൽകുന്നത്. 1-ാം ലോക മഹായുദ്ധമാണ് കഥാപശ്ചാത്തലം. 2 യുവ സൈനികർ ശത്രുപാളയങ്ങൾ കടന്നുപോയി ഒരു സുപ്രധാന സന്ദേശം കൈമാറണം. അതിനവർക്ക് സാധിച്ചില്ലെങ്കിൽ 1600 ബ്രിട്ടീഷ് സൈനികരെ ജർമ്മൻ സേന കൊന്നൊടുക്കും. ഈ 2 സൈനികർക്കൊപ്പം യുദ്ധക്കളത്തിലേക്ക് നമ്മളെ 2 മണിക്കൂർ തള്ളിയിടുകയാണ് സാം മെൻഡസ്. തോമസ് ന്യൂമാന്റെ സംഗീതം കൂടിയായപ്പോൾ അവരുടെ ഓട്ടം നമ്മുടേത് കൂടിയായി. കൃത്യതയും പ്ലാനിങ്ങുമാണ് ഈ സിനിമ സാധ്യമാക്കിയത്. അതിനായി മാസങ്ങൾ നീണ്ട റിഹേഴ്സലുകളാണ് വേണ്ടി വന്നത്. അഭിനേതാക്കളുടെയും ക്യാമറയുടെയും പൊസിഷൻ, മൂവ്മെന്റ്സ് തുടങ്ങി എല്ലാം ഒരു നാടക സ്റ്റേജിൽ എന്ന വിധം സാം മെൻഡസ് ക്രമീകരിച്ചു. തെറ്റുകൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ ചിത്രം വെറും ഒരു ഗിമ്മിക്ക് മാത്രമാണെന്നും വിമർശനങ്ങളുണ്ട്. എന്തിനിങ്ങനെ ഒരു ചിത്രം എന്നാണ് പലരും ചോദിച്ചത്. സാമിന് അതിന് കാരണമുണ്ട്. അയാൾ തന്റെ മുത്തച്ഛൻ ആൽഫ്രഡ് മെൻഡസ് പറഞ്ഞ യുദ്ധകഥയ്ക്ക് ജീവൻ പകരുകയായിരുന്നു. അതെ, സാമിന്റെ മുത്തച്ഛന്റെ ഓർമ്മയാണ് ഈ സിനിമയുടെ DNA. സാം മെൻഡസിനെ പിന്തുടരുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാകും. എനിക്കത് റോഡ് ടു പെർഡിഷൻ ആണ്. ഗ്രീക്ക് ട്രാജഡി പോലെ ഒരു സിനിമ. ഗോഡ്ഫാദറുമായി ഈ സിനിമയെ ചിലർ താരതമ്യം ചെയ്യാറുണ്ട്. എന്നാൽ അത്തരം താരതമ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഈ സിനിമയ്ക്ക് അതിൻ്റെതായ അസ്തിത്വമുണ്ട്. മൈക്കിൾ സള്ളിവൻ എന്ന ഗാങ്സ്റ്ററിന്റെ കഥയാണിത്. നമ്മൾ അത് കാണുന്നത് മകൻ മൈക്കിൾ ജൂനിയറിന്റെ കണ്ണിലൂടെയും. കോൺറാഡ് എൽ ഹാളിന്റെ ഫ്രെയിമുകൾ വീണ്ടും വീണ്ടും നമ്മളെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കും. ഇരുട്ട്, മഴയിൽ കുതിർന്ന രാത്രി, മരവിപ്പിക്കുന്ന മഞ്ഞ്, വിശാലമായ കടൽ എല്ലാം ഈ സിനിമയിൽ രൂപകങ്ങളാണ്. ഒരു ഗാങ്സ്റ്റർ സ്റ്റോറിക്ക് അപ്പുറത്തേക്ക് ഈ സിനിമയെ മാറ്റുന്ന രൂപകങ്ങൾ. ഈ സിനിമ ഒരു യാത്രയാണ്. അച്ഛനിലേക്ക് ഒരു മകൻ നടത്തുന്ന യാത്ര. തിരിച്ച് തന്റെ പാപങ്ങളിൽ നിന്ന് മകനെ രക്ഷിക്കാനായി ഒരു പിതാവ് നടത്തുന്ന യാത്രയും. സാം മെൻഡസ് എന്ന സിനിമാക്കാരന്റെ പ്രചോദനം എന്താണ്? ആരാണ്? ഒരിക്കൽ സാം അതിന് ഒരു ഉത്തരം നൽകിയിരുന്നു. ഒരു നീണ്ട നന്ദി പറച്ചിൽ. ഡോക്ടർ സ്ട്രേഞ്ച് ലവിലെ ആ വാർ റൂം നിർമ്മിച്ച സ്റ്റാൻലി കൂബ്രിക്കിന്, ദ അപ്പാർട്ട്മെന്റിലെ CC ബക്സ്റ്റർ എന്ന കഥാപാത്രത്തെ സമ്മാനിച്ച ബില്ലി വൈൽഡർക്ക്, ത്രോൺ ഓഫ് ബ്ലേഡ്സിലെ ക്ലൈമാക്സിന് കുറസോവയ്ക്ക്,
ടാക്സി ഡ്രൈവറിൽ വിജനമായ ഇടനാഴിയിലൂടെ ആ ക്യാമറ നീക്കിയ മാർട്ടിൻ സ്കോസേസിക്ക്, കൊയൻ ബ്രദേഴ്സിന്, പോൾ തോമസ് ആൻഡേഴ്സന്, കൊപ്പോളയ്ക്ക്, ബഗ്മാന്, ഫിഞ്ചർക്ക്, ലിഞ്ചിന്, ടാരന്റീനോയ്ക്ക്, ട്രൂഫോയ്ക്ക് കല്ലിൽ ഒളിഞ്ഞിരിക്കുന്ന ശില്പത്തെ അവർ ചൂണ്ടിക്കാട്ടി. സാം അത് തിരിച്ചറിഞ്ഞു. കല്ലിൽ നിന്നും ശില്പത്തെ മോചിപ്പിച്ചു.